ഹായ്. ഓ സ്വാഗതം. അപ്പോ ഇന്ന് ആദിക്കുട്ടന്റെ നോക്ക് എല്ലാരും കണ്ടു കേട്ടോ, എല്ലാരും കണ്ടു. ഇന്ന് നമ്മുടെ ആദിക്കുട്ടന്റെ സ്കൂളിലെ ബർത്ത്ഡേ അല്ല, സ്കൂളിന്റെ ബർത്ത്ഡേ അല്ല, ശരിയാ, ആനുവൽ ഡേ ആയിരുന്നു. 23ാമത്തെ ആനുവൽ ഡേ ആയിരുന്നു. അപ്പൊ ആദിക്കുട്ടനെ കൊണ്ട് കൊറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇന്ന് സ്കൂളിൽ പോയി. അതെ, സ്കൂളിൽ പോയി എല്ലാരെയും കണ്ടു. എല്ലാരും ഇവനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായാലും ക്രിസ്മസ് അവധി വരുവാണ്, അതും കൂടെ കഴിഞ്ഞിട്ട് വിടാന്ന് പറഞ്ഞിരിക്കുവാണ് ഞങ്ങള്. അതെ, ഇപ്പൊ തണുപ്പൊക്കെ ആണല്ലോ, കൂടുതൽ ഇതാക്കി ആയിക്കോട്ടെ, അവന്റെ ആരോഗ്യസ്ഥിതി നോക്കി ആയിട്ട് വിടാന്ന് പറഞ്ഞു. അപ്പൊ സ്കൂളിലെ പരിപാടി ടീച്ചർമാരെ, പ്രിൻസിപ്പളിനെ, അച്ഛന്മാരെ എല്ലാരെയും കണ്ടു, വർത്താനമൊക്കെ പറഞ്ഞ് ഡാൻസ് ഒക്കെ കണ്ട് ഒരു സാധനവും മേടിച്ച് അവിടെ നിന്ന് ഇച്ചിരി ഡാൻസ് ഒക്കെ കളിച്ച് അല്ലേ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. കഴിഞ്ഞിട്ടില്ല അവിടുത്തെ പരിപാടി. ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഇന്നിപ്പോ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ ചെന്നത്. ഇവര് 5 മണിയായപ്പോ പോയി, ഞാൻ 8 മണിയായപ്പോഴാണ് ചെന്നത്. ഞാനിവിടെ ഇല്ലായിരുന്നു. 2-3 ദിവസമായിട്ട് ഞാൻ തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ്. നമുക്ക് ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എറണാകുളം കരിത്താസ് ഹോസ്പിറ്റലായിരുന്നു. ഇന്നലെയൊന്നും ഫുൾ ടൈം രാത്രി ഒരു പോളൊക്കെ നടക്കാതെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നീട് പറയാൻ കേട്ടോ എന്താന്നൊക്കെ ഉള്ളത്. ഭയങ്കര ഒരു പ്രശ്നമാണ്. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആയിരുന്നു ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം 8 മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത്. എൻ്റെ കണ്ണൊന്നും തുറക്കാൻ സത്യം പറഞ്ഞാൽ പറ്റിയില്ല, അതുപോലെ ഇതായി പോയിരുന്നു. എനിക്ക് വന്ന വഴിക്കൊന്നും വണ്ടിയൊന്നും ഓടിക്കത്തില്ലായിരുന്നു. കാരണം ഇപ്പോൾ ഉറങ്ങിയിട്ട് ശരിക്കും ഒരു 10-48 മണിക്കൂർ കഴിഞ്ഞു. ഒരു പോളെ കണ്ണടച്ചിട്ട്, ഒരു തുള്ളിയെങ്കിലും കണ്ണടച്ചിട്ട് 48 മണിക്കൂർ കഴിഞ്ഞെന്ന് പറയുമ്പോൾ, 48 അതിന് തലേദിവസം അവിടെ ആയിരുന്നതിൻ്റെയും അങ്ങോട്ട് രാത്രി നമ്മൾ ഇവിടെ 3:30 അതിൻ്റെ തലേദിവസം വരുന്നത്. ഇവിടെ 3:30 ആയപ്പോൾ, വെളുപ്പിനെ 3:30 ആയപ്പോഴാണ് എല്ലാവരെയും കൊണ്ടുവിട്ടിട്ട് ഞാനിവിടെ എത്തുന്നത്. അപ്പോൾ അതിൻ്റെതായ ക്ഷീണം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എനിക്ക് കൈയുടെ വേദനയൊക്കെ വീണ്ടും സ്റ്റാർട്ടായ പോലെ ഉണ്ട്. കാരണം ഈ ഉറക്കള വരുന്നു, ടാബ്ലറ്റ് തെറ്റുന്നു, ഫുഡ് കഴി തെറ്റുന്നു, മൊത്തം വെള്ളം കൂടി എല്ലാം താളം തെറ്റുന്നതുകൊണ്ട് ഫിസിയോതെറാപ്പി ഒന്നും നടക്കാതെ വന്നതുകൊണ്ട് എനിക്ക് കൈയുടെ വേദനയൊക്കെ കയറി വരുന്നുണ്ട്. മൊത്തത്തിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ആദിക്കുട്ടൻ്റെ ബർത്ത്ഡേയുടെ കുറേ ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ. ആദിക്കുട്ടൻ്റെ ബർത്ത്ഡേയുടെ ആദിക്കുട്ടൻ്റെ ആനുവൽ ഡേയുടെ എന്തായാലും ഒരു ഡേ ഉണ്ടല്ലോ, അതിന്റെ ഏതാനും ഭാഗങ്ങൾ നമ്മൾ ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട്. 23ാമത്തെ ആനുവൽ ഡേ. അതെ, നമ്മുടെ മരിയൻ സ്കൂളിലെ ഈ സാധനത്തിന് അന്നക്കുട്ടിയുടെ ഒരു അടിയുണ്ട്. മരിയൻ പബ്ലിക് സ്കൂളിലെ നമ്മുടെ pre-KG വിദ്യാർത്ഥിയാണ് നമ്മുടെ. പ്രോഗ്രാം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അടുത്ത വർഷം മുതൽ പ്രോഗ്രാമുകളുടെ കളിയാണ്. ഓ ആണോ? pre-KG പിള്ളേരുടെ പ്രോഗ്രാം അല്ല, LKG പിള്ളേരുടെ പ്രോഗ്രാം അല്ല, അവർ ഒത്തിരി ഒന്നും ഇല്ല, ഒരെണ്ണം ഉണ്ടാവുമായിരിക്കും. ഈ പ്രാവശ്യം കണ്ടോ? ഉണ്ടായിരുന്നു, കണ്ടു. എല്ലാ പിള്ളേരും ഉണ്ട്, LKG UKG പിന്നെ അങ്ങോട്ടൊക്കെ. എന്തായാലും നമ്മള് ആദിക്കുട്ടന്റെ ആദ്യത്തെ അടിപൊളിയായിട്ടാ ഡാൻസ് ഒക്കെ കളിക്കുന്നത് ഞാൻ വിചാരിച്ചു കേട്ടോ. പറയുന്ന ഒരു അങ്ങനെ തെറ്റിക്കലൊന്നും ഇല്ല, ഇച്ചിരിയൊക്കെ പോയാലേ ഉള്ളേ. അടിപൊളിയായിട്ട് ഞാൻ വന്നതിന് ശേഷമാണ് വീഡിയോ എടുത്തത്, അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്റെ ഫോണിൽ ആ വീഡിയോ എടുത്ത ക്ലാരിറ്റി ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. നിച്ചാൻ വന്നു കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങള് എടുത്തുള്ളൂ. തീരുന്നതിന് മുന്നേ ഞങ്ങൾ വരികയും ചെയ്തു. അതുപോലെ ആരോ ആർട്ടിസ്റ്റുകൾ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, അയ്യപ്പ ബൈജു. അതുപോലെ തന്നെ മെത്രാൻ, ഇവിടുത്തെ തിരുവല്ല രൂപത മെത്രാൻ വന്നിട്ടുണ്ടായിരുന്നു. സൂപ്പർ. അപ്പൊ അങ്ങനെ വീട്ടിലെത്തി. അറിഞ്ഞിട്ടില്ല വീട്ടിലെത്തിയെങ്കിലും. വീഡിയോ എടുക്കുന്നോണ്ട് ഗുഡ് നൈറ്റ്. ഓ എന്റെ ദൈവം, എന്ത് ഉമ്മയാണോ. ഓക്കെ, ബൈ.